ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രം കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ സംസ്ഥാനം പ്ലാൻ ബിയുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു എന്താ പറയുക ഒരു വാദം ശ്രീ ബാലഗോപാൽ ബജറ്റിനകത്ത് മുൻപോട്ട് വെച്ചിരുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കണം, എന്താണ് ഈ പ്ലാൻ ബി? കടമെടുത്ത്, അതായത് ആദ്യം തന്നെ ഈ പ്ലാൻ ബിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് അതായത് ബജറ്റ് പ്രസംഗ വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് ഓരോ മേഖലയ്ക്കും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തുകയുടെ 3 ഇരട്ടി ചെലവഴിക്കുമെന്ന്. അതെന്തൊരു മാജിക്കാണ്! ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന തുകയുടെ 3 ഇരട്ടി ഓരോ മേഖലയിലും ചെലവഴിക്കാൻ എങ്ങനെ കഴിയും? അതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ പ്ലാൻ ബിയിൽ അതും ഉണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ കടം കൊള്ളുക. അതായത് ഒരു ഭാഗം റവന്യൂ കൊണ്ട് ചെലവഴിക്കുക, അടുത്ത 2 ഭാഗം കടം കൊണ്ട് ചെലവഴിക്കും എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും ഈ പ്ലാൻ ബി എന്താണ് എന്ന് നാം ആകാംക്ഷാപൂർവം ആലോചിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിരൂക്ഷമായ ഈ ധനപ്രതിസന്ധിയിൽ. അതേ സമയത്ത് ഇനി ഈ ബജറ്റ് ഇയറിൽ, അതായത് ഈ ധനവർഷം മാർച്ച് അവസാനിക്കുന്നത് വരെ കൂടുതൽ കടമെടുക്കാൻ സമ്മതിക്കുകയില്ല. 13,608 കോടി പോലും ഇപ്പൊ കിട്ടാത്ത അവസ്ഥയാണ്. അതായത് 8,700 കോടിയാണ് ഇപ്പോൾ ഈ റിസർവ് ബാങ്കിൽ നിന്ന് ഈ ചൊവ്വാഴ്ച, എനിക്ക് തോന്നുന്നു 19-ാം തീയതി സംസ്ഥാനം കടമെടുക്കാൻ പോകുന്നത്. അത് ലഭ്യമാകുക, ഖജനാവിൽ എത്തുക 22-ാം തീയതിയോ 20-ാം തീയതി 22-ാം തീയതി ഒക്കെ ആയിട്ടായിരിക്കും ആ പണം ഖജനാവിൽ എത്തുക. അത്തരം ഒരു അടിയന്തരാവസ്ഥ വന്നാലാണ് ബാലഗോപാൽ പറഞ്ഞത് പ്ലാൻ ബിയിലേക്ക് പോകുമെന്ന്. എന്താണ് ഈ പ്ലാൻ ബി എന്ന് അപ്പം മുതൽ ആലോചിച്ചിട്ട് അദ്ദേഹവും പിടി കൊടുത്തിട്ടില്ല, മറ്റാർക്കും തന്നെ വലിയ പിടിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അതായത് ഒരു ചൈനീസ് മോഡൽ പരിഷ്കരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നുവോ? നമുക്ക് സംശയമുണ്ട്. കാരണം 25 സ്വകാര്യ വ്യവസായ പാർക്കുകളെ പറ്റി ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ചൈനീസ് മോഡലാണ് ഈ സ്വകാര്യ വ്യവസായ പാർക്കുകൾ. ചൈനയുടെ കാര്യം അറിയാമല്ലോ. ഷീ ജിൻപിങ് ഏകാധിപതിയാണ് ചൈനയിൽ. വേറെ ആർക്കും സ്വരം ഉയർത്താൻ പറ്റുകയില്ല. അതായത് പുതിൻ റഷ്യയിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഷീ ജിൻപിങ് ചൈനയിലും. അതുപോലെ ഇവിടെയും ഒരു ഏകാധിപതി ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ചൈന എങ്ങനെയാണ് എന്നിട്ട് വികസനത്തിലേക്ക് പോകുന്നത്? വികസന പ്രക്രിയ ഒട്ടുമിക്കവാറും സ്വകാര്യവൽക്കരിച്ചിരിക്കുകയാണ് ചൈനയിലും. പക്ഷെ ഏകാധിപത്യ സ്വഭാവത്തിന് മാത്രം മാറ്റമൊന്നും ഉണ്ടായിട്ടുമില്ല. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ഏകാധിപത്യ ഭരണവും അതോടൊപ്പം തന്നെ സ്വകാര്യവൽക്കരണം, 25 സ്വകാര്യ വ്യവസായ പാർക്കുകളും ഒക്കെ ആയിട്ട് ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക്, അതായത് സ്വകാര്യ മേഖലയിൽ നിക്ഷേപം സ്വീകരിക്കുക, അങ്ങനെ ഓരോ മേഖലയും സ്വകാര്യ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ അനുവദിക്കുക. ഇതായിരിക്കാം ഈ പ്ലാൻ ബി എന്നതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിലും പക്ഷെ ആരാണ് ഈ പ്ലാൻ ബി അനുസരിച്ച് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക? നമുക്കറിയാം എന്താണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ചത് എന്ന്. എന്താണ് ഇവിടെ കലോത്സവം, അതായത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ വേദിയിൽ സംഭവിച്ചത് എന്ന്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ അശാന്തി മാത്രമാണ്. അതായത് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് ജീവൻ രക്ഷിക്കുക, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് ജീവൻ രക്ഷിക്കുക. അങ്ങനെ അങ്ങ് നോക്കിയാല് ജീവൻ രക്ഷോപാധിയായിട്ട് ഈ ഗവൺമെന്റ് കണ്ടുപിടിച്ചിരിക്കുന്ന കടുംകൈകളൊക്കെ തന്നെ ഇവിടെ നിന്ന് വ്യവസായികൾ, ആരെങ്കിലും വ്യവസായത്തിൽ ഉണ്ടോ അവരെയൊക്കെ ഇവിടുന്ന് ഓടിക്കും. അങ്ങനെ ഉള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഭയങ്കരമായ ചുമന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, രക്തത്തിൽ എഴുതിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്ലാൻ ബി എങ്ങനെ നടപ്പിലാകും? സ്വകാര്യവൽക്കരണം നടക്കണമെങ്കിൽ ഇവിടെ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണം. നല്ല തൊഴിൽ സംസ്കാരം ഉണ്ടാകണം. നല്ല തൊഴിൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വ്യവസായ യൂണിറ്റ് ആണെങ്കിലും അതിലെ മുതൽ മുടക്കാൻ മുതലാളിക്ക് അല്ലെങ്കിൽ മൂലധനം മുടക്കുന്നവന് ധൈര്യം ഉണ്ടാകണം. എപ്പോഴാണ് അവന് ധൈര്യം ഉണ്ടാവുക? തൻ്റെ മൂലധനം താൻ മുതൽ മുടക്കിയ ആ സംരംഭം നല്ലവണ്ണം പ്രവർത്തന മികവോടെ മുമ്പോട്ട് പോകും, സമാധാന അന്തരീക്ഷത്തിൽ അവിടെ തൊഴിൽ നടക്കും എന്നുള്ള ഒരാശ്വാസം ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ,
ആ ധൈര്യം കേരളത്തിൽ ഒരു വ്യവസായിക്കും ഇപ്പോൾ വെച്ചു പുലർത്താൻ പറ്റുകയില്ല. ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഏറ്റവും മോശമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ശ്രീ ബാലഗോപാൽ എത്ര ആഗ്രഹിച്ചാലും പ്ലാൻ ബി വഴിയായിട്ട് ഈ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം KTDFCയിൽ ഇൻവെസ്റ്റ് ചെയ്തവര് ഇൻവെസ്റ്റേഴ്സ് പണം തിരിച്ചു ചോദിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചു. അപ്പോ കോടതി ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയപ്പോൾ എന്താണ് കോടതിയോട് ചീഫ് സെക്രട്ടറി പറഞ്ഞ്? അനുദിന ചെലവുകൾക്ക് പോലും ട്രഷറിയിൽ പണമില്ല, തീർന്നില്ല. ഈ പറയപ്പെട്ട ഗ്യാരണ്ടി അവർക്കൊക്കെ ഗവൺമെന്റ് ഗ്യാരണ്ടി കണ്ടാണ് KTDFCയിൽ അവരൊക്കെ, അതായത് കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാർ പോലും വന്ന് ഇൻവെസ്റ്റ് ചെയ്തത് കേരള ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി കണ്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ കോടതി ചോദിച്ചു, പിന്നെ എന്ത് ഗവൺമെന്റ് ഗ്യാരണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഗ്യാരണ്ടി കൊണ്ട് പണം, ഡെപ്പോസിറ്റേഴ്സിന്റെ പണം തിരിച്ചു കൊടുക്കാമെന്ന് അർത്ഥമാക്കുന്നില്ല എന്ന നിരർത്ഥകമായ അറിയിപ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള, അതായത് എന്ത് മുതൽ മുടക്കിയാലും സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞാലും സർക്കാർ പിൻവലിയും, അത്തരമൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് മുതൽ മുടക്കിന് ഒട്ടും അനുയോജ്യമായ അന്തരീക്ഷമല്ല ഇവിടെ ഉള്ളത് എന്നറിയുന്ന ഒരു മനുഷ്യനും, അതാ ലോക മലയാളി സഭകൾ പിടിച്ചുകൂട്ടി അവിടെ ടൈം സ്ക്വയറിൽ പോയി, ദുബായ്, മറ്റു രാജ്യങ്ങളിൽ പോയി. എന്നിട്ട് എന്തുണ്ടായി? എന്ത് വ്യവസായമാണ് കേരളത്തിലേക്ക് വന്നത്? ഇവിടെ വ്യവസായ മീറ്റ് നടത്തി. എന്ത് വ്യവസായമാണ് കേരളത്തിലേക്ക് വന്നത്? അപ്പോൾ ഇതൊന്നും കൊണ്ട് പ്ലാൻ ബി ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതായത് നമ്മുടെ എന്താ പറയുക, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്, ആ ആക്ട് കേരളത്തിന് മാത്രമുള്ള ആക്ട് അല്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിനുമുള്ള ആക്ടാണ്. ആക്ട് വഴി പ്രവർത്തിച്ച്, അതായത് കടമെടുക്കുന്ന പണം മൂലധന ചെലവിന് വേണ്ടി ചെലവഴിച്ച് തൊഴിലാളി യൂണിയനുകളെ നിർത്തേണ്ടിടത്ത് നിർത്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്ലാൻ ബി അന്വേഷിച്ച് നടന്ന് വലയേണ്ടി വരില്ല. അഥവാ ആ പ്ലാൻ ബി എന്ന ഡ്രീം ഒരിക്കലും ഇപ്പോഴത്തെ നിരക്കിൽ പോയാൽ ഒരിക്കലും സഫലമാകാത്ത ഡ്രീമാണ് പ്ലാൻ ബി എന്ന ഡ്രീം. അത് ഓർത്തിരിക്കുന്നത് നല്ലത്.